തൻ്റെ മരണം അടുത്തുവെന്ന് ഏതാണ്ടെല്ലാം ദശരഥൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ പെട്ടെന്ന് ചുറ്റിനും എന്തോ അലർച്ചകളും യുദ്ധകോലാഹലങ്ങളും കേട്ടു. ആ ശബ്ദത്തിൽ നിന്ന് അത് ഒരു അയോധ്യൻ സൈന്യമാണെന്ന് ദശരഥൻ മനസ്സിലായിയെങ്കിലും അയാൾ പരിചയം മാറ്റുവാൻ തയ്യാറായി. വേഗം ആ മൂടൽമഞ്ഞിന് പിന്നിൽ നിന്ന് ഒരു പൊടി പ്രത്യക്ഷമാകുന്നത് ദശരഥൻ കണ്ടു. ഇത് എൻ്റെ കൈകേയിയുടെ രഥമല്ലേ? അടുത്ത നിമിഷം പൂർണ്ണ യുദ്ധസജ്ജമായ കൈകേയിയിൽ നിലകൊള്ളുന്ന രഥം ദശരഥന് വ്യക്തമായി കാണാൻ സാധിച്ചു. ഈ അവസ്ഥയിൽ ഇവളെന്താണ് ഇവിടെ? കൈകേയി, ഇവിടേക്ക് വരാൻ നിൽക്കരുത്. ഇവിടെ മാകെ ചതുപ്പാണ്. ഇത് ചതിയന്മാരുടെ ചതിക്കുഴിയാണ്. നീയും കൂടെ ഇതിൽ വന്ന് പെടരുത്. ദശരഥന്റെ ആ ദയനീയമായ അവസ്ഥ കൈകേയിക്ക് കാണാൻ സഹിക്കുന്നതായിരുന്നില്ല. അതിന് പിന്നാലെ സുമന്ത്രന്റെ പേരുമാണ്ടായിരുന്നു. സുമന്ത്രന് കൈകേയിയും കൂടി കുറച്ച് അംഗരക്ഷകരുടെ കാവലോടെ ദശരഥന്റെ പേരിലേക്ക് കയറി. അവശനായി കാണപ്പെട്ട ദശരഥനെയും കൊണ്ട് അവർ കൈകേയിയുടെ രഥത്തിലേക്ക് എത്തി. സുമന്ത്രൻ പറഞ്ഞു, ദേവി, ഇനി ഒരു നിമിഷം അവിടെ നിന്ന് ഇവിടെ തുടരരുത്. വേഗം തന്നെ തിരുമനസിനെ കൊട്ടാരത്തിൽ എത്തിച്ച് വൈദ്യനെ കാണിക്കുക. ഇത്രയും പറഞ്ഞ് സുമന്ത്രൻ യുദ്ധത്തിലേക്ക് തിരിഞ്ഞു. പിന്നെ താമസിച്ചില്ല. കൈകേയിയുടെ തേര് അയോധ്യയെ ലക്ഷ്യമാക്കി പാഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം ഒരു അസ്ത്രം കൈകേയിയുടെ സാരഥിയുടെ നെഞ്ചിൽ തറച്ചു. പിന്നെ തുടരെ കുറച്ച് അസ്ത്രങ്ങൾ. അത് ദശരഥനെ പിന്തുടരുന്ന രാവണന്റെ പടയാളികളുടെ അസ്ത്രമായിരുന്നു. രാവണന്റെ ശബ്ദം ഉച്ചത്തിൽ കേട്ടു. നിർത്തൂ, അവനെ വിട്ടേക്കൂ. നമ്മൾ വന്ന ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞു. ഉടൻ കുംഭകർണൻ അവിടെ എത്തി. എന്തിനു? അവൻ അവശനാണ്. ഇതിലും സുലഭമായ ഒരു അവസരം ഇനി ലഭിക്കുമോ? കുംഭകർണൻ ചോദിച്ചു. അവനെ കൊല്ലുന്നതിലും വലിയ ശിക്ഷയാണ് അനുജ നമ്മൾ ഇപ്പോൾ അവന് കൊടുത്തിരിക്കുന്നത്. തോൽവി അറിയാത്ത ദശരഥൻ തോൽവി അറിഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ കയ്യിൽ നിന്ന്. അവനെ നമ്മൾ എങ്ങനെയാണ് തോൽപ്പിച്ചതെന്ന് ലോകം അറിയാൻ പോകുന്നില്ല. നമ്മൾ പറയുന്ന കഥയായിരിക്കും ലോകം അറിയുന്നത്. പക്ഷെ അവൻ ഇവിടെ വധിക്കപ്പെട്ടാൽ കഥകൾ പുറം ലോകം തിരക്കും. ചതിക്കപ്പെട്ട് മരിച്ച അവൻ്റെ പ്രശസ്തി ഇനിയും വർദ്ധിക്കും. അതുമാത്രമല്ല അനുജ, അവൻ മുറിവേറ്റെങ്കിലും ഇപ്പോഴും യുദ്ധം ചെയ്യാൻ പ്രാപ്തനാണ്. പോരാത്തതിന് അവൻ്റെ പ്രിയ പത്നിയും ആ രഥത്തിലുണ്ട്. അങ്ങനെയുള്ളവനെ കൂടുതൽ സൂക്ഷിക്കണം. എന്തിനാണ് അർത്ഥമില്ലാത്ത കാര്യത്തിന് നമ്മുടെ സൈന്യത്തെ ബലിയാടാക്കണം? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇനി നീ പറയൂ അനുജ, അവന് കൊടുക്കേണ്ട ഉചിതമായ ശിക്ഷ അവനെ വെറുതെ വിടുക എന്നത് തന്നെയല്ലേ? ജ്യേഷ്ഠ, അങ്ങയുടെ ദീർഘവീക്ഷണത്തിന് മുന്നിൽ 3 ലോകവും തോറ്റുപോകുന്നതിൽ അത്ഭുതമൊന്നും തന്നെയില്ല. ഇരുവരും ഒന്ന് ചിരിച്ചു. കൈകേയിയുടെ രഥം അപ്പോഴേക്കും ഒരുപാട് കാലം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. ദശരഥൻ അതീവ ക്ഷീണിതനായിരുന്നതിനാൽ അവർ ഒരു നദിക്കരയിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. കൈകേയി ഒട്ടും ഒച്ചയുണ്ടാക്കാതെ നദിയിൽ നിന്ന് ഒരു കുടം ജലം ശേഖരിച്ചു. പക്ഷെ കൈകേയി അപ്പോഴും അതീവ ശ്രദ്ധയിലായിരുന്നു. നമ്മൾ ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുന്നു ദേവി. ഇനിയെങ്കിലും നീ കുറച്ച് സ്വസ്ഥമാകും. അവർ നമ്മളെ പിന്തുടരാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ നമ്മൾ അവരെ കണ്ടുമുട്ടിയാണ്. ഒരു മരച്ചുവട്ടിൽ അവശനായിരിക്കുന്ന ദശരഥൻ പറഞ്ഞു. കൈകേയി വെള്ളം വായിലിറ്റിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ജാഗ്രത, അത് രാജലക്ഷണമാണ് രാജ. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു അവസരത്തിൽ ഇപ്പോൾ അയോധ്യയുടെ മുഴുവനായ ഒരു ഉത്തരവാദിത്വമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനാൽ ഞാനത് നിറവേറ്റാൻ എവിടം വരെയും പോകും രാജ. അതൊരു രാജ്ഞിയുടെ ധർമ്മമാണ്. ദശരഥന് ആ വാക്കുകൾ സഹിക്കാൻ കഴിയില്ല. അയാൾ സ്നേഹപൂർവ്വം അവരുടെ കൈകളിലേക്ക് പിടിച്ചു.
ആ കൈകേയി കൈ പിൻവലിച്ചു. ആ കൈകളിലേക്ക് നോക്കി ദശരഥന്റെ കണ്ണുകൾ നിറഞ്ഞു. രാജകൊട്ടാരത്തിലെ സുഗന്ധ ലേപനങ്ങളാലും സുഗന്ധ വ്യഞ്ജനങ്ങളാലും പരിപാലിക്കപ്പെടേണ്ട ഈ കൈകൾ ഇന്ന് എൻ്റെ ജീവൻ രക്ഷിക്കാനായി ഉള്ള ഓട്ടത്തിൽ കുതിരക്കടിഞ്ഞാണാൽ പൊട്ടിയിരിക്കുന്നു. ഞാൻ എന്ത് പാപിയാണ്! ഹേ ദേവി, ഞാനിതാ എൻ്റെ ഈ അതീവ ദുഃഖത്തിനൊരു അറുതി എന്നോണം ഈ കുഞ്ഞിനുമേൽ സത്യം ചെയ്ത് അവിടത്തേക്ക് ഒരു വാക്ക് തരുന്നു. അവിടുന്ന് ഇഷ്ടപ്പെടുന്ന 2 ആഗ്രഹങ്ങൾ ഈ നിമിഷം ഞാൻ അവിടത്തേക്ക് വരദാനം ചെയ്യുന്നതാണ്. പറയൂ ദേവി, എന്താണ് അവിടുത്തെ ആഗ്രഹം? ഇത് കേട്ട കൈകേയി ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു തുടങ്ങി. രാജൻ, അവിടുന്ന് എൻ്റെ പതിയാണ്. അതിലുപരി അയോധ്യയുടെ രാജാധികാരി. ഞാനൊരു രാജ്ഞിയാണ്. അതിലുപരി എനിക്ക് ആയോധന വിദ്യയും അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ധർമ്മമാണ്. അത് മനസ്സിലാക്കൂ എൻ്റെ ദേവ. ദേവി, എൻ്റെ ഒരു സമാധാനത്തിനായെങ്കിലും വരം കേൾക്കൂ ദേവി. ശരി തിരുമനസേ, ഇപ്പോൾ എൻ്റെ ലക്ഷ്യം അങ്ങയുടെ ശുശ്രൂഷ മാത്രമാണ്. വരം അതെപ്പോൾ എനിക്ക് വേണമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അങ്ങയോട് ചോദിച്ചു കൊള്ളാം. ഇപ്പോൾ അവിടുന്ന് വിശ്രമിച്ചു കൊള്ളുക. ദശരഥൻ ഒന്ന് വിശ്രമിക്കാൻ ഭാവിച്ചു. അപ്പോഴേക്കും കൈകേയി തുടർന്നു. പിന്നെ ഈ മഹാദുഃഖത്തിനിടയ്ക്കും എനിക്ക് അങ്ങയോട് ഒരു സന്തോഷവാർത്ത പറയാനുണ്ട്. പറയൂ ദേവി, എന്താണത്? ദശരഥൻ ആകാംക്ഷയോടെ എഴുന്നേറ്റിരുന്നു. നമ്മുടെ പട അയോധ്യ വിട്ട് കഴിഞ്ഞപ്പോഴേക്കും ജ്യേഷ്ഠത്തിക്ക് വേദന ആരംഭിച്ചിരുന്നു. ധാത്രിമാരെ വേഗം തന്നെ ഞാൻ അന്തപുരത്തിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷെ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ അപശകുനങ്ങൾ കാണുന്നത് കണ്ടിട്ടാണ് ഞാൻ ജ്യേഷ്ഠത്തിയെ സുമിത്രയെ ഏൽപ്പിച്ചിട്ട് പടക്കളത്തിലേക്ക് പുറപ്പെട്ടത്. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ വെച്ച് എൻ്റെ ലക്ഷണശാസ്ത്രം പിഴച്ചിരുന്നില്ല. അപ്പോഴത്തെ ജ്യേഷ്ഠത്തിയുടെ വേദന കണ്ടിട്ട് ഒരുപക്ഷെ നാഥ അങ്ങപ്പോഴൊരു പിതാവായി കാണാൻ സാധ്യതയുണ്ട്. ആ ഒരു വാക്ക് കേട്ടതും ദശരഥന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഉണ്ടായത്. അദ്ദേഹം തൻ്റെ ശരീരത്തിനേറ്റി പരിക്കുകളെല്ലാം മറന്നു എന്ന പോലെയായി. എൻ്റെ ഒരു ജന്മകാലം മുഴുവൻ ഞാൻ കാത്തിരുന്നു എനിക്ക് വേണ്ടി, ദശരഥൻ ആത്മകഥം ചെയ്തു. ഒരുപക്ഷെ ആ കുഞ്ഞിൻ്റെ ഒരു ജന്മഭാഗ്യം കൂടിയായിരിക്കാം അങ്ങ് ഈ മഹാദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. കൈകേയിയുടെ ആ വാക്കുകൾ പക്ഷേ വിപരീത ഫലമാണ് നൽകിയത്. ദശരഥൻ്റെ ആനന്ദമായി മാറിയിരുന്ന മുഖത്തെ പുഞ്ചിരി വേഗം അപ്രത്യക്ഷമാകാൻ തുടങ്ങി. യുദ്ധം അവസാനിച്ചിട്ട് ദിവസങ്ങളായിരിക്കും. ഈ സമയം അങ്ങ് ലങ്കയിൽ ഉത്സവമായിരുന്നു. ഭാരതത്തെ ജയിച്ചു വന്ന രാവണനെ കാണാൻ ജനങ്ങൾ തടിച്ചു. രാവണനെ സഹോദരി ശൂർപ്പണഖ വരവേറ്റു. രാവണൻ അതിനിടയ്ക്ക് ഒരു കഥ തന്നെ ഉണ്ടാക്കിയിരുന്നു. തൻ്റെയും തൻ്റെ പടയുടെയും സാമർഥ്യം കണ്ട് ദശരഥനും പടയും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓടിപ്പോയെന്നും തന്നെ പ്രഥമ സ്ഥാനീയനായി ദശരഥനെ അംഗീകരിച്ചുവെന്നും അതിനാലാണ് താൻ ദശരഥനെ കൊല്ലാതെ വിട്ടതെന്നും രാവണൻ കഥയുണ്ടാക്കി. ഏതാണ്ട് സാഹചര്യങ്ങളെല്ലാം അതിന് തുല്യമായതിനാൽ ആ വാർത്ത വേഗം തന്നെ പടരുകയും കേട്ടവർ അത് വിശ്വസിക്കുകയും ചെയ്തു. അയോധ്യ നശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അതിനൊരു ഉയർത്തെഴുന്നേൽപ്പില്ല. അയോധ്യ രാവണന്റെ ഒരു സാമന്ത രാജ്യമായി കഴിഞ്ഞു. കേട്ടവരിൽ മിക്കവരും വിധിയെഴുതി. ഇല്ല, ഇങ്ങനെ ഒരു അവസാനം അയോധ്യയ്ക്കുണ്ടാകാൻ പാടില്ല. യുദ്ധം അവസാനിച്ച ശേഷമുള്ള അയോധ്യയുടെ അന്തരീക്ഷം വളരെ മോശമായിരുന്നു. ആർക്കും ഒന്നിനും തന്നെ താല്പര്യമില്ല. അജയ്യരായിരുന്ന അയോധ്യ പരാജയപ്പെട്ടിരിക്കുന്നു. അതും ഒരു അസുരനുമില്ല. പക്ഷെ ആ അവസ്ഥയിലും അയോധ്യയ്ക്ക് പ്രതീക്ഷയ്ക്ക് വകവെച്ചുകൊണ്ട് 4 കുമാരന്മാരുടെ കുഞ്ഞിക്കാലുകൾ അയോധ്യയുടെ മണ്ണിൽ ആദ്യമായി നിലം തൊട്ടു. ഇനി ഇത് അവരുടെ കാലം.